ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബീച്ചായ അന്ധകാരനരി ബീച്ചിലേക്കാണ് കേട്ടോ. പക്ഷെ വന്നപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു തുള്ളി സ്ഥലമില്ല നമുക്ക് ബീച്ചിൽ. മൊത്തം കടൽ കയറിയിരിക്കുകയാണ്. നമുക്ക് കല്ലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, കരിങ്കല്ല് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ട് ആ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ക്രൗഡഡ് ആണ്, പക്ഷേ ആർക്കും ഒന്ന് കാലും നനയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കടൽ കയറി കിടക്കുന്ന കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. ആരും ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന് അവിടുന്ന് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ കരക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത് കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ഫുഡൊക്കെ അടിച്ചിരിക്കുവാണ്. നമ്മളും ബീച്ചിലേക്കായിട്ട് വന്നതല്ല കേട്ടോ. അവിടെ തൊട്ടടുത്ത് ഒരു ഫുഡ് സ്പോട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ വന്നത്. ബീച്ചിലേക്ക് അപ്പോൾ കയറിയപ്പോഴത്തേക്കും ബീച്ചിൻ്റെ അവസ്ഥ ഇത്. പിന്നെ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മളും പയ്യെ ഇറങ്ങുവാണ്. അന്ധകാരനഴി ബീച്ചിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ നമുക്ക് 3-4 ഷോപ്പുകളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ചേച്ചിമാരുടെ ഒരു ഷോപ്പുണ്ട്, വേറൊരു തട്ടുകടയുണ്ട് അപ്പുറത്ത്. ദോശ, പിന്നെ പൊറോട്ട, ബീഫ്, കപ്പ, അങ്ങനെ പിന്നെ ബജ്ജികൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് അതൊക്കെ. പിന്നെ അപ്പുറത്ത് നമുക്ക് ബേക്കറീസ് ഉണ്ട്, ഷേക്ക്, ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബീച്ചിൽ വരുമ്പോഴത്തേക്കും ഇത്രയും നാളും നമ്മൾ ഇതൊക്കെ കഴിച്ചു, എല്ലാം ആസ്വദിച്ചു. നമുക്കിനി വെറൈറ്റി ആയിട്ട് കുറച്ച് വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പുതിയൊരു സ്പോട്ട് ആയതുകൊണ്ട് എല്ലാവർക്കും, ഒത്തിരി ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി അറിവില്ല. ബീച്ചിൽ വരുന്നവർ സ്ഥിരം കയറുന്ന ഷോപ്പിലൊക്കെ കയറി അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷെ നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സൊക്കെ, നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അവരൊക്കെ കഴിച്ചിട്ട് സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബീച്ചിൽ സ്ഥിരം കിട്ടുന്ന ഐറ്റംസ് അല്ലാതെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ക്രിസ്തുരാജ സന്നിധാനം. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്. നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന പ്രധാന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബർഗറും മോമോസും സാൻഡ്വിച്ചസും ഒക്കെയാണ് കേട്ടോ. നമുക്കവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലമാണ്. നല്ല വാം ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾക്ക് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത്. പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, പള്ളിപ്പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ബർഗർ കഴിക്കാൻ പോകുന്നത്. ബർഗറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഈ ബോർഡ് വെച്ചിട്ടുള്ളത്. അവരിനി ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് എവിടെയൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ചങ്ങോട്ട് മാറി ആയതുകൊണ്ടാണ് പെട്ടെന്ന് അതിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത്. മാർക്ക് ബർഗ് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. ഈ ബർഗർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ പയ്യനും പിന്നെ അവൻ്റെ ഫ്രണ്ടും, അങ്ങനെ ഇവർ 2 പയ്യൻസ്, ഇവർ ആണ് ഈ ഷോപ്പിൻ്റെ ഓണേഴ്സ് ആയിട്ട്. 2 പേര് കൂടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണല്ലേ. അവർ പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഉള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ. ഒട്ടുമിക്ക ആൾക്കാരും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ. വളരെ ക്ലീൻ ആയിട്ടാണ് ബർഗേഴ്സൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്ലൗസും ഹെയർ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഡെലിവറിക്ക് വേണ്ടി പാഴ്സലിന് വേണ്ടിയിട്ടുള്ള ബർഗേഴ്സായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ. നമ്മളപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് പച്ചപ്പൊക്കെ കാണുമല്ലോ ബർഗറിൽ, കുറച്ച് ലെറ്റ്യൂസ് ലീഫും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് അവരതൊക്കെ കട്ട് ചെയ്ത് അവരുടെ സോസിൽ മയണൈസിലൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചപ്പും ചവറും കടിക്കുന്ന പോലെ ഒന്നും തോന്നില്ല. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിരിക്കും. പുറത്തേക്ക് അതുകൊണ്ടാണ് ലീഫി സാധനങ്ങളൊന്നും കാണാത്തത്. ബർഗറും മോമോസും കഴിക്കാനാണ് നമ്മളിവിടെ മെയിനായിട്ട് പോയത്. പക്ഷേ മോമോസ് അപ്പോഴത്തേക്കും കഴിഞ്ഞു. മോമോസ് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരണം. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 7 മണി കഴിഞ്ഞു. കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെന്നാലാണ് മോമോസൊക്കെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ബർഗറും പിന്നെ ചിക്കൻ പോപ്സും ആണ് ഓർഡർ ചെയ്തത്. മെയിനായിട്ട് ഇവിടെ ബർഗർ, മോമോസ്, സാൻഡ്വിച്ചസ്, ചിക്കൻ പോപ്സ്, ഇത്ര ഐറ്റംസാണ് കിട്ടുന്നത്. പിന്നെ ഷേക്സ്, ലൈമ്, അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. ബർഗർ വന്ന് ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. ബർഗർ വന്ന് ഇഷാൻ കഴിച്ചു തുടങ്ങിയിട്ട് അടിപൊളിയാണ്, സൂപ്പറാണെന്നാണ് പറഞ്ഞത്.
ഈശാൻ അങ്ങനെ ബർഗർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് നുള്ളി പറക്കിയൊക്കെ കഴിച്ചിട്ട് വെച്ചിട്ട് പോകുന്ന ഒരാളാണ്. മെയിനായിട്ട് ബർഗറിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഉണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഇത്. വെജിറ്റബിൾസ് കഴിക്കാത്ത ഒരാളാണ് ഈശാൻ. പക്ഷേ ഈ ബർഗർ എന്തോ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ സൂപ്പറാണ് സൂപ്പറാണെന്ന് ഓരോ ബൈറ്റിലും പറയുമായിരുന്നു. ചിലപ്പോൾ ആ സോസിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ അവൻ കാണാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് ചിക്കൻ ആണെങ്കിൽ ഫ്രൈഡ് ചിക്കനാണ്. അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാനും കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണ്. സൂപ്പർ ബർഗറാണ്. ബർഗറിൻ്റെ അകത്ത് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റേ കട്ട്ലേറ്റ് പോലത്തെ പാറ്റീസ് അല്ല, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ അത് പീസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചിക്കിങ്ങിലൊക്കെ കിട്ടത്തില്ല അതേ സ്റ്റൈലൊരു ബർഗറാണ്. ചിക്കൻ പോപ്സും വന്ന് നല്ല ഫ്രഷായിട്ടാണ്, നല്ല ചൂടോട് കൂടിയാണ് എല്ലാം സെർവ് ചെയ്യുന്നത് കേട്ടോ, ഫ്രഷായിട്ട്. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഈ ഒരു ബർഗറിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. എല്ലാം അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല നീറ്റും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ ബീച്ചിൽ വന്നിട്ട് തട്ടുകടയിൽ മാത്രം കയറി പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഇവിടെയും കൂടെ വന്നൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സാധനമാണ്, നല്ല ടേസ്റ്റുണ്ട്. പോപ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്ന് തീർന്നു പോയി പെറുക്കി. പോപ്സ് ശരിക്കും ചേട്ടായി ഓർഡർ ചെയ്തതാണ്, പക്ഷേ കഴിച്ചത് ഞാനും ഇഷാനാണ്. പിന്നെ ഞങ്ങളുടെ ബർഗറിൻ്റെ പകുതിയൊക്കെ കൊടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇഷാൻ ഇങ്ങനെ ബർഗറൊന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര കഴിക്കുന്ന ഞാൻ ഇത് മുഴുവൻ കഴിക്കുന്നുണ്ടോ നീ? അവനത് മുഴുവൻ കഴിച്ച്. അങ്ങനെ ഇഷാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഷെയ്ക്കിന് വരുന്നത് 40 രൂപയാണ്. ഹോർലിക്സും ബൂസ്റ്റുമാണ് നമ്മൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. നമ്മളൊരു ബൂസ്റ്റ് ഷെയ്ക്കാണ് പറഞ്ഞത്. 40 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. 40 രൂപയ്ക്ക് ഉള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇതിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ മാർക്ക് ബർഗിൽ പോയിട്ട് മൊമോസും ബർഗറൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം ഇവിടെ കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മളവിടെ മഴ ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ കൂടെ അവരൊക്കെ ഈ അനുവിനൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സി യു.